ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി അടുക്കള. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബ്യൂണ റോൾ. ഇത് ഒരു നല്ലൊരു ഡിഷാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നതാണ്, അതുകൊണ്ട് ഓയിലൊന്നും അധികം വരുന്നില്ല. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്യൂണ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്നിങ്ങനെ മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള 2 ചെറുതാക്കി മുറിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് ചെറിയ തീയിൽ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് ചെറിയ ചെറിയ പീസസ് ആക്കിയതാണ്. ഒരു ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇനി അതിലേക്ക് മല്ലിയില പുതിനയില അവ ചേർത്തിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ്, ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1-2 മുട്ട വേണി ചേർക്കട്ടെ. നമ്മൾ ആ മാവ് പരത്തിയെടുക്കുന്ന ആ ഒരു സൈസിലുള്ള വലിപ്പം വേണം ഈ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിന് അത്രയും സൈസിലുള്ള, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 2 എടുക്കാം. മുട്ട ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് ചപ്പാത്തിനേക്കാൾക്കും കുറച്ചും കൂടി വലിപ്പത്തിലുള്ള, അധികം വലിപ്പം വേണ്ട, അങ്ങനെ ഈ ഒരു വലിപ്പത്തിലുള്ള മാവ് നമ്മളെ റോളിനനുസരിച്ചുള്ള മാവ് എടുക്കുക. ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്, ചപ്പാത്തിയുടെ കനത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല, ആ മുട്ട ഇട്ട് കൊടുക്കുക. അതുപോലെ ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കുക. ഇനി ഈ ഫില്ലിങ്ങിൽ നമുക്ക് ചീസ് ഇടാം. അതുപോലെ സവാളയും പച്ചമുളകും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതും ചീസും ഈ പച്ച ഉള്ളിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഒന്ന് റോൾ ചെയ്തിട്ട്
എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് എണ്ണ ഒന്നും കയറാത്ത വിധത്തിൽ നന്നായി റോൾ ചെയ്തെടുക്കുക. നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു ബൗളിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മറിച്ചതും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളൊക്കെ വെന്തിട്ടുള്ള സംഭവമല്ല, അപ്പോൾ അധികം വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ ബ്യൂണ റോൾ തയ്യാറായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് അറിയിക്കുക.